നമ്മുടെ ലൈഫിൽ പ്രത്യേകിച്ച് വർക്ക് ആൻഡ് ബിസിനസ് ലൈഫിൽ കംഫർട്ട് എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഇല്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. നമുക്ക് കംഫർട്ടാണോ നമുക്ക് പ്രാധാന്യം, അല്ലെങ്കിൽ ഗ്രോത്ത് ആണോ പ്രാധാന്യം എന്നുള്ളത്. ഗ്രോത്ത് ആണെങ്കിൽ അവിടെ കംഫർട്ടില്ല. ഗ്രോത്തിൽ എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. പുതിയ ഒരു സംഗതി ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ സക്സസ്സോ ഫെയിലിയറോ മനസ്സിലാക്കുക. ഫെയിലിയർ ആണെങ്കിൽ അതിനെ തിരുത്തുക, മുന്നോട്ട് പോവുക, വീണ്ടും അടുത്ത ഘട്ടം ആ പ്രവൃത്തി ചെയ്യുക എന്നുള്ളത്. അതല്ലാതെ കംഫർട്ട് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷനോ മറ്റു കാര്യങ്ങളോ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോത്ത് ഉണ്ടാകില്ല. അപ്പോൾ മനസ്സെപ്പോഴും മൈൻഡ് എപ്പോഴും സെറ്റ് ചെയ്യേണ്ടത് ഈ ഒരു രീതിയെ, ഈ ഗ്രോത്തിനെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് സ്ട്രെസ് ഉണ്ട്. ആ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യം ഉണ്ടായിരിക്കണം. അത് നമ്മളിലേക്ക് വരും എന്നുള്ള കൃത്യമായ അറിവോടുകൂടി അതിലേക്ക് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ഗ്രോത്തിലൂടെ നമ്മുടെ ലൈഫിനെ, നമ്മുടെ ബിസിനസ്സിനെ, നമ്മുടെ വർക്കിനെയൊക്കെ സക്സസ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ.